കാൻ ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങുമ്പോൾ നേട്ടത്തിൻ്റെ നെറുകയിൽ ഇന്ത്യൻ സിനിമയും മലയാളികളും. മലയാളി നേഴ്സിൻ്റെ കഥ പറഞ്ഞ് പായൽ കപാഡിയ ഓടിക്കയറിയത് ചരിത്രത്തിലേക്ക്. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രമായി മാറി പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലം. മുത്തശ്ശിയെ പരിചരിക്കാനായി ഒരു മലയാളി നേഴ്സ് വീട്ടിലെത്തി. അവർ പറഞ്ഞ കഥ പായലിൻ്റെ മനസ്സിൽ പതിഞ്ഞു. വലിയൊരു ത്രെഡ് അതിലുണ്ടായിരുന്നു. അങ്ങനെ 2018 എഴുതാൻ തുടങ്ങി. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 2023 ചിത്രീകരണം തുടങ്ങി. തൊട്ടടുത്ത വർഷം മെയ് ആയതോടെ ചിത്രം കാൻ ചലച്ചിത്രമേളയിലേക്ക്. പിന്നെയെല്ലാം ചരിത്രം. ഇന്ത്യയുടെ അഭിമാനമുയർത്തി പായൽ. ഗ്രാൻഡ് പ്രീ നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം. അഭിമാനിക്കാൻ മലയാളത്തിനും ഒട്ടേറെ. പ്രധാന താരങ്ങളായി മലയാളത്തിൻ്റെ കനി കുസൃതിയും ദിവ്യപ്രഭയും അസീസ് നെടുമങ്ങാടും. ഡോക്ടർ മനോജ് എന്ന കഥാപാത്രത്തെയാണ് അസീസ് അവതരിപ്പിച്ചത്. കനി കുസൃതി അവതരിപ്പിച്ച നഴ്സ് പ്രഭയെ പ്രണയിക്കുന്ന ഡോക്ടറുടെ വേഷമാണിത്. നീണ്ട കരഘോഷത്തോടെയാണ് പ്രേക്ഷകർ പായലിൻ്റെ ചിത്രത്തെ വരവേറ്റത്. മലയാളത്തിലും ഹിന്ദിയിലുമാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മുംബൈയിൽ ജോലിക്കെത്തിയ 2 മലയാളി നഴ്സുമാരുടെ കഥയാണിത്. ലൊക്കേഷനുകളാകട്ടെ മുംബൈയും രത്നഗിരിയും. പാലക്കാട് സ്വദേശിയായ റോബിൻ ജോയിയാണ് ചിത്രത്തിൻ്റെ സഹസംവിധായകൻ. മുംബൈയിൽ വെച്ച് ഒട്ടേറെ മലയാളി നഴ്സുമാരെ കണ്ട് സംസാരിച്ചാണ് അവർ കഥയൊരുക്കിയത്. ഒട്ടേറെ മലയാളികൾ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.